ശരി, നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു. കലൂർ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം തിരികെ നൽകേണ്ടത് നാളെയാണ്. അങ്ങനെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് കൂടെ നോക്കണം. നവംബർ 30 വരെ സ്പോൺസർക്ക് കൈമാറിയിരുന്ന സ്റ്റേഡിയം പണി പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് ഡിസംബർ 20 വരെ കരാർ നീട്ടി നൽകിയത്. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരിക്കാൻ സ്പോൺസർ ഏറ്റെടുത്തിരുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ മോശം സാഹചര്യം കണക്കിലെടുത്ത് അർജന്റീന മത്സരം നടത്താനുള്ള അനുമതി ഫിഫ നൽകിയിരുന്നില്ല. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, നീട്ടി നൽകിയ സമയവും നാളെ തീരുകയാണ്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള നവീകരണ പ്രവർത്തികൾ നടന്നിട്ടുണ്ട്? ഇനി ഒരു മാർച്ച് വിൻഡോ ഒക്കെ പറയുന്നുണ്ടല്ലോ. ഇന്നലെ ഫൈനലിസിമയുടെ ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തതോടുകൂടി അതിനുള്ള സാധ്യത തുലവും കുറവാണ്. എങ്കിൽ കൂടിയും ഇപ്പോഴും സ്പോൺസർ അടക്കം DGCA അടക്കം പറയുന്നത് ഈ നവീകരണ പ്രവർത്തികൾക്ക് ശേഷം മാർച്ച് വിൻഡോയിൽ മെസ്സിയെ കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണോ? ഏതായാലും നവംബർ 30-നായിരുന്നു സ്റ്റേഡിയം പണി പൂർത്തിയാക്കി തിരികെ GCDക്ക് കൈമാറേണ്ടിയിരുന്നത്. അന്ന് ഈ പണി പൂർത്തിയാക്കുന്നതുകൊണ്ടാണ് ഈ സ്റ്റേഡിയം കൈമാറിയ ശേഷം വീണ്ടും 20 ദിവസത്തേക്ക് കൂടി തിരികെ വാങ്ങുന്നത്. ഏതായാലും നാളെയാണ് ഈ സ്റ്റേഡിയം തിരികെ കൊടുക്കാനുള്ള ദിവസം. ഈ മാർച്ചിൽ മെസ്സിയെ കൊണ്ടുവരും. തുടക്കത്തിൽ മെസ്സിയെ കൊണ്ടുവരാനായിരുന്നു ഇത്തരത്തിൽ വലിയ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷേ മെസ്സി വരില്ല എന്നുറപ്പായതോടെ ഈ സ്റ്റേഡിയത്തിൻ്റെ പണികൾ മന്ദഗതിയിലാകുമായിരുന്നു. പിന്നീട് മെസ്സി വരില്ല എന്നുറപ്പായി. മെസ്സി കേരളത്തിലില്ലെങ്കിൽ ഒരിടത്തേക്കും വരില്ല എന്നായിരുന്നു സ്പോൺസർ പറഞ്ഞത്. പക്ഷേ മെസ്സി ഇന്ത്യയിൽ വന്നു. ഇനിയിപ്പോൾ സിഫുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ഫൈനലിസമയാണ്. അപ്പോൾ ഈ ലോകകപ്പൊക്കെ അടുത്ത് വരുന്ന സമയത്ത് ഇന്ത്യ പോലെ രാജ്യത്ത് വന്ന് ഒരു പരിശീലന മത്സരം കളിക്കുമോ എന്ന കാര്യം സംശയമാണ്. ഏതായാലും ഈ സ്റ്റേഡിയത്തിൻ്റെ പണികൾ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട്. പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നാളത്തേക്ക് ഈ പണികൾ തീരുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം അപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ചുറ്റുമതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഫ്രണ്ടിലെ എൻട്രൻസിൻ്റെ പണി ഏതാണ്ടൊക്കെ പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ താഴേക്കുള്ള തൂണിൽ കുറച്ച് പണി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ചുറ്റുമതിലിൽ ഒരു 70% ചുറ്റുമതിൽ മാത്രമാണ് നിലവിൽ പണിതിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങൾ ചെറിയ പ്രശ്നങ്ങളല്ല ഈ ഇവിടെയുള്ള ആളുകളുമായി അല്ലെങ്കിൽ കടക്കാരുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണം ചുറ്റുമതിലിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ മുൻവശത്തേക്ക് ചുറ്റുമതിലിന് സിമൻറ്റ് തേക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ റോഡ് സൈഡിലെ മിനുക്ക് പണികൾ അല്ലെങ്കിൽ ടൈലടക്കമുള്ള ചില പണികൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പാർക്കിംഗ് സൈഡിൽ നമുക്ക് പാർക്കിംഗ് സ്ഥലം അവിടെ കാണാൻ സാധിക്കും. പാർക്കിംഗ് സ്ഥലത്ത് ടൈലിടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ അവിടെ ടൈലിട്ടിട്ടില്ല. അവിടെ നിലവിൽ മെറ്റലും ഇട്ടിട്ടില്ല. മെറ്റലിടാൻ ചില ഭാഗത്ത് മെറ്റലുകൾ കൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് രാത്രിയോട് ഇട്ട് തീരുമാന കാര്യത്തിൽ ഉറപ്പില്ല. ഏതായാലും പണികൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിനകത്ത് 12 ജോലികളായിരുന്നു പ്രധാനമായും സ്റ്റേഡിയത്തിൽ നവീകരിക്കാനായി ഉണ്ടായിരുന്നത്. അതിൽ 6 ജോലികൾ പിന്നീട് ബാക്കി വന്നതിനെ തുടർന്നാണ് സമയം നീട്ടി നൽകിയത്. അതിൽ എത്രത്തോളം പുറത്തെ പണികൾ നാളത്തേക്ക് തീരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപാട് ജോലിക്കാരെ നിർത്തി ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഈ ജോലിക്കാർ നിരവധി ജോലിക്കാർ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ടത്തേക്കോ അല്ലെങ്കിൽ നാളെ തിരിച്ചു കൊടുക്കാൻ പാകത്തിന് ഈ പണികൾ തീരുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. സ്റ്റേഡിയത്തിനകത്തും ഈ ടണലടക്കമുള്ള വർക്കുകൾ അല്ലെങ്കിൽ സീറ്റുകൾ ഫ്ലഡ് ലൈറ്റുകളടക്കമുള്ള ചില പണികൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേഡിയത്തിനകത്തേക്ക് നിലവിൽ പ്രവേശിക്കാനുള്ളൊരു അനുവാദം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എത്രത്തോളം പണി പൂർത്തിയായി എന്നറിയില്ല. നാളെ GCD തന്നെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം തന്നേക്കും.